ഷാങ്യു ചെയ്ത തെറ്റിന് യാൻഷിങ്ങിനെ ശിക്ഷിക്കാൻ തുടങ്ങുന്നതായിരുന്നു നമ്മൾ കണ്ടു നിർത്തിയത്. അവനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഷാങ്യുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അവളോട് മാറാൻ യാൻഷിങ് വിളിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ നാടകീയ സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിൻസസ് അങ്ങോട്ടേക്ക് കയറി വന്നത്. അവളെ കണ്ടതോടെ അവൾ പ്രിൻസസ് ആണ് എന്നറിയാമായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ജനറൽസ് എല്ലാം ഷോക്കാവുന്നു. യാൻഷിങ്ങും ഇവൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള രീതിയിൽ അവളെ നോക്കുന്നുണ്ട്. ഇന്നാടെന്ന സംഭവത്തിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, അതുകൊണ്ട് അവനെ ശിക്ഷിക്കുകയാണെങ്കിൽ എന്നെയും ശിക്ഷിക്കണമെന്ന് പ്രിൻസസ് പറയുന്നു. അവൾ ഇതിനകത്ത് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഷാങ്യു അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ഷാങ്യു ഇങ്ങനെ സുയാൻഷിങ്ങിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് തടയുകയോ ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തില്ലല്ലോ. അതെൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച തെറ്റാണ്, അതുകൊണ്ട് എന്നെയും ശിക്ഷിക്കണമെന്ന് പ്രിൻസസ് വീണ്ടും പറയുന്നു. ഇത് മിലിറ്ററി റൂൾസ് ആണ് എന്ന് പറഞ്ഞ് യാൻഷിങ്ങുകളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മിലിറ്ററി റൂൾസ് എനിക്കും ബാധകമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെപ്പോലെ ഇവിടെ മുട്ടുകുത്തിയിരിക്കാമെന്ന് പറഞ്ഞ് അവൾ അതിനായി തുടങ്ങുന്നു. പ്രിൻസസ് ഇവരെക്കാട്ടിലും ഒക്കെ ഒരുപാട് ഉയർന്ന റാങ്കിലുള്ള ആളാണല്ലോ. അതുകൊണ്ട് അവൾ അവിടെ മുട്ടുകുത്തിയിരിക്കുന്നത് ബാക്കി ആർക്കും ഉൾക്കൊള്ളാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. എന്തായാലും പ്രിൻസസ് അങ്ങനെ ഇരിക്കുന്നതിന് മുമ്പേ സുൻ അത് തടഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു. സുയാൻഷിങ്ങിനെ തടവിലാക്കിയിരുന്ന ഗുഹയിലേക്ക് ഷിയയുടെ കുറച്ച് ഹൈ ലെവലിലുള്ള സൈനികർ തുരങ്കമുണ്ടാക്കി അവനെ രക്ഷപ്പെടുത്താനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അതൊന്നും അറിയാതെയാണെങ്കിലും ഷാങ്യു അവനെ അവിടെ നിന്ന് മാറ്റിയതുകൊണ്ടാണ് ഇപ്പോഴും അവൻ തങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ ഷിയയുടെ ആൾക്കാർ അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയേനെന്ന് സുൻ റിപ്പോർട്ട് ചെയ്യുന്നു. അബദ്ധത്തിലാണെങ്കിലും ഷാങ്യു വലിയൊരു നേട്ടമാണല്ലോ കൈവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം അവൾക്കുള്ള ഈ പണിഷ്മെൻറ്റ് ഒഴിവാക്കണമെന്നും അവൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. മാർക്കിസായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്ന ആൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ പെട്ടിരിക്കുകയായിരുന്നല്ലോ. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അയാൾ പെട്ടെന്ന് അത് സമ്മതിക്കുന്നു. ഇക്കാര്യത്തിൽ യാൻഷിങ്ങിൻ്റെ അഭിപ്രായം എന്താണെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നത് കാരണം തൽക്കാലം പണിഷ്മെൻറ്റ് ഒഴിവാക്കാൻ അവൻ സമ്മതിക്കുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തോടെ ഷാങ്യു ആ ക്യാമ്പിൽ ഫേമസ് ആവുന്നുണ്ട്. അവളാണല്ലോ ഈ ഷിയയുടെ സൈനികരുടെ കയ്യിൽ നിന്ന് ഇത്രയും ഫുഡും മീറ്റും ഒക്കെ കളക്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നത്. അവളുടെ വീരസാഹസിക കഥകൾ അവിടെ പാട്ടാവുന്നുണ്ട്. പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് അവൾ ചെയ്തിട്ടുള്ളതും ചെയ്തിട്ടില്ലാത്തതുമായ ഒരുപാട് വീരകഥകൾ ക്യാമ്പ് മൊത്തത്തിൽ പ്രചരിക്കുന്നു. ഷാങ്യുവിൻ്റെ വലങ്കയും ഇടങ്കയും ഒക്കെ ആയ ബാവുവും കൂട്ടരുമൊക്കെ സൈനികരുടെ ഇടയിൽ താരങ്ങളാവുന്നുണ്ട്. ഷാങ്യുവിൻ്റെ ഈ വീരകഥകളൊക്കെ പ്രിൻസസിൻ്റെ ചെവിയിലും എത്തുന്നുണ്ട്. ഷാങ്യു പക്ഷേ ഇതൊന്നും അറിയാതെ ഇപ്പോൾ കിട്ടിയ മീറ്റും സാൾട്ടും ഒക്കെ വെച്ചിട്ട് നല്ല കറികളൊക്കെ ഉണ്ടാക്കുകയായിരുന്നു. ഈ സമയത്ത് മാൻഡി അവളുടെ അടുത്തേക്ക് വന്ന് എന്തോ രഹസ്യമായിട്ട് പറയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ അവനത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് പ്രിൻസസ് അങ്ങോട്ടേക്ക് വരുന്നതിനാൽ അവൻ പറയാൻ വന്ന കാര്യം പറയാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഷാങ്യുവിൻ്റെ വീരകഥകളൊക്കെ കേട്ട് അതൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിക്കാനായിരുന്നു പ്രിൻസസ് വന്നത്. അതൊക്കെ കേട്ടപ്പോൾ ഷാങ്യു ചിരിച്ച് തള്ളുന്നുണ്ട്. ഇവരൊക്കെ ചുമ്മാതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് അവൾ പറയുന്നു. മാർക്കിസിനെ കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. മാർക്കിസ് ഇങ്ങനെ പണിഷ് ചെയ്തതൊക്കെ കാരണം അവൾക്ക് മാർക്കിസിനോട് ദേഷ്യമായിരിക്കുമെന്നായിരുന്നു പ്രിൻസസ് കരുതിയത്. പക്ഷേ ഷാങ്യുവിന് അങ്ങനെ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മാർക്കിസ് പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ രക്ഷപ്പെട്ടത്. ഞാൻ കാണിച്ചത് മണ്ടത്തരം തന്നെയാണ്. ആർമിയിലായിരിക്കുമ്പോൾ ഇവിടുത്തെ റൂൾസ് അനുസരിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് ഞാൻ മാർക്കിസിൻ്റെ ദേഷ്യം തണുപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കൊടുക്കാനാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവൾ പറയുന്നു. യാൻഷൻ കഴിഞ്ഞ കുറേ ജന്മങ്ങളായിട്ട് ചെയ്ത ഏതോ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇതേപോലെ ഒരു ഭാര്യ അവന് കിട്ടിയതെന്ന് പ്രിൻസസ് അവൾ കേൾക്കാതെ ഈ സമയത്ത് പറയുന്നുണ്ട്. മാർക്കിസിനുള്ള ഫുഡ് അവൾ പ്രിൻസസിൻ്റെ കയ്യിലാണ് കൊടുത്തു വിടുന്നത്. എന്നിട്ട് അവൾ ഉണ്ടാക്കിയ ഫുഡുമായി യാൻഷങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവനും കരുതിയിരിക്കുന്നത് അവൾക്ക് മാർക്കിസിനോട് ദേഷ്യമായിരിക്കുമെന്നാണ്. ആദ്യം പക്ഷേ അവനതൊന്നും ചോദിക്കുന്നില്ല. അവൾ കൊണ്ടുവന്ന ഫുഡ് കഴിക്കുന്നു. ഈ സമയത്ത് ഷാങ്യു അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്ന അവൻ്റെ മിലിറ്ററി യൂണിഫോമിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ അളവൊക്കെ ഒന്ന് എടുത്ത് തൻ്റെ അളവുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതെടുത്തുകൊണ്ട് വന്ന് അതിലുണ്ടായിരുന്ന ചെറിയ പാച്ചൊക്കെ റിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് അവൾക്ക് മാർക്കിസിനോട് ഇന്നത്തെ കാര്യത്തിൽ ദേഷ്യമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഇന്നത്തെ കാര്യത്തിൽ മാർക്കിസ് പറഞ്ഞത് തന്നെയാണ് ശരി. ഞങ്ങൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇനി ഭാവിയിൽ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ഞാൻ കാണിക്കില്ല. പിന്നെ ഇനി സുന്നിൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മിലിറ്ററി റൂൾസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഭാവിയിൽ ഞാൻ കാരണം എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായാലും നീ അതിൻ്റെ കുറ്റം ഏൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിമേടിക്കാനൊക്കെയുള്ള ആരോഗ്യം എനിക്കുണ്ട് എന്നൊക്കെ അവൾ പറയുന്നു. അവൾക്ക് ദേഷ്യമൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ അവന് സമാധാനമാവുന്നുണ്ട്. പിന്നെ നീ ഇപ്പോൾ ഒത്തിരി മാറിപ്പോയി എന്ന് അവൻ പറയുന്നുണ്ട്. അവളുടെ മുമ്പത്തെ സ്വഭാവം വെച്ചിട്ട് ഇങ്ങനെ അവളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നെങ്കിൽ അവളതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ സ്വന്തമായിട്ട് തൻ്റെ തെറ്റ് സമ്മതിച്ചിരിക്കുകയാണല്ലോ. ഞാനിപ്പോൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ആ പഴയ ബച്ചർക്കുകളല്ല. ഇവിടുത്തെ റൂൾസൊക്കെ അനുസരിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവസാനം എനിക്ക് ആ സുയാൻഷിങ്ങിനെ തല്ലാൻ മാത്രം കിട്ടിയാൽ മതി എന്ന് അവൾ പറയുന്നുണ്ട്. അക്കാര്യം ഞാൻ ഏറ്റു, അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാമെന്ന് അവൻ പറഞ്ഞപ്പോൾ അത് നിനക്കെങ്ങനെ ഉറപ്പ് തരാൻ പറ്റും? നീ പറയുന്ന ഇവിടെ ആരെങ്കിലും കേൾക്കുമോ എന്നവൾ ചോദിക്കുന്നുണ്ട്. നീ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും അതെല്ലാം നടത്തിത്തരാൻ ഞാൻ ശ്രമിക്കാമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അവൻ പറയുന്നു. സുന്നി സമയം അവനോട് എന്തോ അത്യാവശ്യമായി പറയാനായി അങ്ങോട്ടേക്ക് ധൃതി പിടിച്ച് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അകത്ത് ഷാങ്യുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പിന്നെ അവൻ വാതിൽക്കൽ തന്നെ നിൽക്കുന്നു. ഷാങ്യു ഈ സമയം മാസ്റ്റർ തവയെ പറ്റി അവനോട് പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, അദ്ദേഹത്തിന് എന്തെങ്കിലും റിവാർഡ് കൊടുക്കണം എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അദ്ദേഹം നിന്നെ ഹെൽപ്പ് ചെയ്ത സ്ഥിതിക്ക് അദ്ദേഹത്തെ സമയമാകുമ്പോൾ പ്രൊമോട്ട് ചെയ്യാമെന്ന് അവൻ പറഞ്ഞപ്പോൾ നീ എങ്ങനെ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാനാണ്?
എന്നവൾ ചോദിക്കുന്നു. യാൻഷിങ്ങിന് പെട്ടെന്നൊരു ഉത്തരം കിട്ടുന്നില്ല. ഭാവിയിൽ എപ്പോഴെങ്കിലും അതിനൊക്കെയുള്ള ചാൻസ് ഉണ്ടായാലോ എന്ന് അവൻ പറഞ്ഞപ്പോൾ നീ ഭാവിയിൽ ഒരു ജനറലൊക്കെ ആവുമെന്ന് നിനക്ക് വല്ല പ്രതീക്ഷയുമുണ്ടോ എന്നവൾ ചോദിക്കുന്നു. ഈ അവസരം മുതലെടുത്ത് യാൻഷിങ് തൻ്റെ സംശയം അവളോട് ചോദിക്കുന്നുണ്ട്. ഭാവിയിൽ ഞാൻ ചിലപ്പോൾ ഒരു ജനറലിനേക്കാൾ മുകൾ റാങ്കിലുള്ള ആരെങ്കിലുമായി മാറിയാൽ, അതായത് ഒരു മാർക്കിസോ അല്ലെങ്കിൽ ഒരു ലോഡോ ഒക്കെ ആയി മാറിയാൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. നീ മാർക്കിസ് ആയാൽ ഞാൻ മാർക്കിസിൻ്റെ വൈഫ് ആവില്ലേ എന്ന് അവളും തിരിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മാർക്കിസിൻ്റെ വൈഫ് ആവാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് അവൻ ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടുമുണ്ട്, മണ്ടന്മാർ മാത്രമേ അങ്ങനെയുള്ള സ്ഥാനമൊന്നും വേണ്ടെന്ന് വെക്കുകയുള്ളൂ എന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. യാൻഷിങ്ങിന് ഇത് കേട്ടപ്പോൾ ശരിക്കും ഒരു മഞ്ഞുമഴ പെയ്യുന്ന പ്രതീതിയായിരുന്നു. തൻ്റെ ഈ മാർക്കിസ് എന്നുള്ള സ്ഥാനം ഇവൾ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അവൻ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ അവന് കുറച്ച് സമാധാനമാവുന്നുണ്ട്. സന്തോഷത്തോടെ അവൻ അവൾ കൊണ്ടുവന്ന മരുന്നെടുത്ത് കുടിക്കുന്നു. അതിൻ്റെ കയ്പ് കാരണം അവൻ്റെ മുഖം ചുളുങ്ങുന്നത് കണ്ടപ്പോൾ അവൾ കയ്യിലുണ്ടായിരുന്ന ഓറഞ്ച് ക്യാൻഡി എടുത്ത് അവൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇതിന് അധികം സ്റ്റോക്കില്ല, അതുകൊണ്ട് ഇത് മിക്കവാറും അവസാനത്തേതായിരിക്കും എന്ന് അവൾ പറയുന്നുണ്ട്. സുൻ ഈ സമയമൊക്കെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണല്ലോ. ഇത്രയായപ്പോൾ അവൻ ക്ഷമ നശിച്ച് ചെറുതായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നു. യാൻഷിങ് അവനോട് അകത്തേക്ക് വന്നോളാൻ പറയുന്നുണ്ട്. ഇവനിങ്ങനെ ഭയങ്കര അധികാരത്തോടെ അവനോട് അകത്തേക്ക് വരാനൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഷാങ്യു, അവൻ ഇവിടുത്തെ മിലിറ്ററി കൗൺസിലർ അല്ലേ, എന്നിട്ട് ഇങ്ങനെ റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ റാങ്ക് ഒന്നും നോക്കാൻ പറ്റില്ല എന്നവൻ പറയുന്നുണ്ട്. സുനും അത് ശരിവെക്കുന്നു. പിന്നെ ഷാങ്യു അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ പോകുന്നുണ്ട്. യാൻഷിങ് ജനറൽ ഹെയ്ഡ് അടുത്ത് നിന്ന് ഒരു ബാക്കപ്പ് സൈന്യത്തെ ആവശ്യപ്പെട്ടിരുന്നു. അത് അറിഞ്ഞുകൊണ്ടാണ് സുൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്തവണ ഷാങ്യു ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിയ സമയത്ത് സുയാൻഷിങ്ങിൻ്റെ ആൾക്കാർ അവൻ്റെ സേഫ്റ്റി ഒന്നും നോക്കാതെ ഇവർക്ക് നേരെ ആരോസൊക്കെ ഷൂട്ട് ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ അവനെ ഉപയോഗിച്ച് അതേസമയം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് യാൻഷിങ്ങിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവനിങ്ങനെ ഒരു ബാക്കപ്പ് ആവശ്യപ്പെടുന്നത്. മിക്കവാറും അടുത്ത ദിവസം തന്നെ ഈ സുയാൻഷിങ്ങിൻ്റെ ആൾക്കാർ തങ്ങൾക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും അവൻ കണക്ക് കൂട്ടുന്നുണ്ട്. അവൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ആയിരുന്നു ഈ സമയത്ത് ഷിയയും ഷിഹുവും കൂടി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും തൻ്റെ സേഫ്റ്റി നോക്കാതെ ഇവരെ അറ്റാക്ക് ചെയ്തോളാനാണല്ലോ സുയാൻഷിങ് അന്ന് അവരോട് പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ആക്രമണം നടത്താമെന്ന് ഷിഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഷിയയ്ക്ക് സുയാൻഷിങ്ങിൻ്റെ സേഫ്റ്റിയെ പറ്റി കുറച്ച് ടെൻഷനുണ്ട്. അയാളുടെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ നാളെ ഒരിക്കൽ ഇവരുടെ രാജാവാകാൻ പോകുന്നത് സുയാൻഷിങ് ആണ്. ആ സമയത്ത് ഈ ഒരു സംഭവം ഓർത്ത് അവൻ തങ്ങളോട് പ്രതികാരം ചെയ്യുമോ എന്നാണ് അയാളുടെ പ്രധാന പേടി. പക്ഷേ ഇപ്പോൾ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അവനെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ യാൻഷിങ്ങിൻ്റെ തല അർത്തുകൊണ്ട് തങ്ങളുടെ രാജാവിൻ്റെ മുന്നിൽ വെച്ച് മാപ്പ് അപേക്ഷിക്കാമെന്നൊക്കെ ഷിഹു പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അടുത്ത ദിവസം തന്നെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. അന്ന് രാത്രി മാന്തി ഷാങ്യുവിനെ തനിച്ച് വിളിച്ച് മാറ്റി നിർത്തി അവളുടെ കയ്യിൽ അവൻ ഇതുവരെ ആ മിലിറ്ററിയിൽ നിന്നൊക്കെ സമ്പാദിച്ച കുറച്ച് പണം ഏൽപ്പിക്കുന്നുണ്ട്. നാളെ എല്ലാവരും യുദ്ധത്തിന് പോകുമെന്നാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ അവനും യുദ്ധഭൂമിയിലേക്ക് പോകേണ്ടി വരും. അവിടെ നിന്ന് ജീവനോടെ തിരികെ വരാൻ പറ്റിയില്ലെങ്കിൽ ഈ പണം ഷാങ്യു തിരികെ നാട്ടിൽ പോകുന്ന സമയത്ത് അവൻ്റെ സഹോദരിക്ക് നൽകണമെന്ന് അവൻ പറഞ്ഞേൽപ്പിക്കുന്നു. പാവോയും ബാക്കിയുള്ളവരുമൊക്കെ ഇവൻ്റെ ഒപ്പം യുദ്ധത്തിന് പോകണം. ഷാങ്യു പെണ്ണായതുകൊണ്ട് അവൾക്ക് യുദ്ധഭൂമിയിലേക്ക് പോകണ്ട. അതുകൊണ്ട് അവളുടെ കൈവശം ഇത് സേഫ് ആയിരിക്കുമല്ലോ എന്ന് കരുതിയാണ് അവൻ ഇങ്ങനെ ഇത് അവളെ ഏൽപ്പിച്ചിട്ട് പോകാൻ തുടങ്ങുന്നത്. പക്ഷെ ഷാങ്യു അവൻ്റെ തലക്കിട്ടൊരു അടി കൊടുത്ത് അവനെ വഴക്ക് പറയുന്നു. അങ്ങനെ യുദ്ധഭൂമിയിൽ വെച്ച് ഒന്നും സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് നീ പോവണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങളൊക്കെ സേഫായിട്ട് തന്നെ തിരികെ വരും, ഇത് നിൻ്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവളത് തിരികെ അവനെ തന്നെ ഏൽപ്പിക്കുന്നു. നീ ഇത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ ഞാൻ തിരികെ ചെന്ന് കഴിയുമ്പോൾ ഇതിന് മുഴുവൻ പന്നയെ വാങ്ങിക്കുമെന്ന് ആൾ പറയുന്നുണ്ട്. അതിനും തനിക്ക് വിരോധമൊന്നുമില്ല എന്ന് മാന്തി പറയുന്നു. പിന്നെ ഈ പൊട്ടത്തിലൊന്നും ആലോചിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ എമർജൻസി അലാറമൊക്കെ മുഴുക്കി എല്ലാവരും യുദ്ധത്തിന് പോകുന്നത് കണ്ടുകൊണ്ട് പ്രിൻസസും ഇവർക്കിടയിലൂടെ സുന്നിനെ തിരക്കി ഓടിച്ചെല്ലുന്നു. അവൻ അവിടെ ഇടത്ത് നിൽപ്പുണ്ടായിരുന്നു. യുദ്ധത്തിന് പോകുന്നത് കൊണ്ട് പ്രിൻസസിനും നല്ല ടെൻഷനുണ്ട്. പേടിക്കേണ്ട കാര്യമില്ല, എല്ലാവരും സേഫായിട്ട് തിരികെ വരും എന്നൊക്കെ സുൻ അവളെ സമാധാനിപ്പിക്കാനായി പറയുന്നുണ്ടെങ്കിലും അക്കാര്യത്തിൽ അവനും അത്ര കോൺഫിഡൻസ് ഇല്ല. കാരണം ഇവരുടെ ഭാഗത്ത് വെറും 1000 ആളുകൾ മാത്രമാണുള്ളത്, ശത്രുക്കളാണെങ്കിൽ 30,000 പേരുണ്ട്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും ഇപ്പോൾ ഒരു ഉറപ്പുമില്ല. അവൻ ആ ടെൻഷനൊന്നും പുറത്ത് കാണിക്കാതെ അവളോട് യാത്ര പറഞ്ഞ് പോകാനായി തുടങ്ങുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ നിന്നിട്ട് അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന അവൾ മുമ്പ് ചോദിച്ചിട്ടുള്ള ആ ചെസ്സിനെ കുറിച്ചുള്ള ബുക്ക് എടുത്ത് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അത് അവളുടെ കയ്യിൽ സൂക്ഷിച്ചോളാനും പറയുന്നുണ്ട്. പ്രിൻസസ് അത് വാങ്ങുന്നു. യുദ്ധഭൂമിയിൽ ആയുധങ്ങൾക്കൊന്നും ഇന്ന ആളെന്നുള്ള നോട്ടമൊന്നുമില്ല, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ അവൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. പക്ഷേ പ്രിൻസസ് ഇതൊന്നും കേൾക്കാതെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. സുൻ ശരിക്കും ഷോക്കായി പോകുന്നുണ്ട്. നീ സേഫായി വരുന്നതും കാത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് പ്രിൻസസ് പറഞ്ഞപ്പോൾ സംശയിച്ചാണെങ്കിലും അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് അവളോടുള്ള തൻ്റെ ഇഷ്ടമൊക്കെ പ്രകടിപ്പിച്ചിട്ട് സുൻ യാത്ര പറഞ്ഞ് പോകുന്നു. യാൻഷിങ്ങും യുദ്ധത്തിന് പോകാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷിയേഷിയും അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഈ സമയത്താണ് ഷിയേബു ഭാഗത്തേക്ക് വന്നിട്ട് ഷാങ്യു അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നത്. ഞാൻ പുറകെ വന്നാളാം, നിങ്ങൾ ബാക്കിയുള്ളവർക്കൊപ്പം പോയിക്കോളാൻ യാൻഷിങ് അവരോട് പറയുന്നു. അങ്ങനെ അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. ഷാങ്യു അവളുള്ള മരുന്നുമായിട്ട് വന്നതായിരുന്നു.
അകത്ത് യാൻസിങ് അവൻ്റെ മുറിവിൽ നിന്ന് അയച്ചു വെച്ച ചോര വീണ്ട തുണിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ്റെ മുറിവിൽ നിന്ന് ഇപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് അത് കണ്ടപ്പോൾ ഷാങ്യു ചോദിക്കുന്നു. അത്ര കാര്യമാക്കാനൊന്നുമില്ല, ചെറിയ ചെറിയ മുറിവുകളേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവനത് നിസ്സാരമാക്കുന്നു. ഷാങ്യു മരുന്നവിടെ വെച്ചിട്ട് അവനെ ഡ്രസ്സ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നിനക്ക് വേറെ ഞാൻ ബാറ്റിൽ ഫീൽഡിലേക്ക് പോയാലോ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. നീ വെറുതെ തമാശ പറയരുത്, എനിക്ക് വേറും നീ പോയാൽ എങ്ങനെ ശരിയാവാനാണെന്ന് അവൻ ചോദിക്കുന്നു. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയേക്കാൾ ആരോഗ്യം എന്തായാലും എനിക്കുണ്ട്. നിന്റെ ഈ കണ്ടീഷനിൽ നിനക്ക് ഒരു 10 പേരെ പോലും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഷാങ്യു പറഞ്ഞു നോക്കുന്നുണ്ട്. അവന് തൻ്റെ ശരിക്കുള്ള കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ലൈനിലേക്കൊന്നും പോവില്ല, ബാക്കപ്പ് സൈന്യത്തിൻ്റെ കൂടെ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ, മിക്കവാറും എനിക്ക് അങ്ങോട്ട് പോകേണ്ടിയൊന്നും വരില്ല, അതുകൊണ്ട് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരാളെ സമാധാനിപ്പിക്കുന്നു. ഞാൻ പോയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവളുടെ നെറ്റിയിലൊന്ന് കിസ് ചെയ്യുന്നുണ്ട്. മരുന്ന് കുടിക്കുന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഷാങ്യു അവന് മരുന്നെടുത്ത് കൊടുക്കുന്നു. അവനിത് കഴിക്കുന്ന സമയത്ത് ആർമിയിലെ ഏത് ബറ്റാലിയനിലാണ് അവനുള്ളത് എന്നൊക്കെ അവൾ ചോദിച്ചറിയുന്നുണ്ട്. അവൻ വെറുതെ വായിൽ വന്ന ഒരു പേര് പറയുന്നു. അവളെന്തിനാണ് ഇത് ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്നവൾ പറയുന്നുണ്ട്. അവൻ ആ മരുന്ന് മുഴുവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഷാങ്യുവിനെ പ്രൊട്ടക്റ്റ് ചെയ്തോണം എന്ന് അവൾ പറയുന്നു. അപ്പോഴാണ് അവൻ അപകടം മണക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും അവൻ്റെ കാഴ്ചയൊക്കെ ഇങ്ങനെ ബ്ലറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് കൊടുത്ത മരുന്നിൽ അവൾ ഉറക്കമരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ആ മരുന്നിൻ്റെ പാത്രം താഴേക്ക് പോകുന്നുണ്ടെങ്കിലും അത് അവൾ പെട്ടെന്ന് കയ്യിൽ പിടിക്കുന്നു. മയങ്ങി വീണ് അവനെയും താങ്ങി പിടിക്കുന്നുണ്ട്. എനിക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും അവൾ ഈ സമയത്ത് പറയുന്നു. എന്നിട്ട് അവൾ അവൻ്റെ യൂണിഫോമൊക്കെ എടുത്ത് ധരിച്ച് അവനെയും താങ്ങിയെടുത്തുകൊണ്ട് മറ്റൊരു ടെൻറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഷാങ്യു ഉണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ഒരു സഞ്ചി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. ഓർമ്മയുണ്ട് എന്ന് അവൾ പറയുന്നു. അത് കഴിഞ്ഞ് യാൻഷിങ്ങിനെ ഒന്നുകൂടി നോക്കിയിട്ട് ഷാങ്യു യുദ്ധത്തിനായി പുറപ്പെടുന്നുണ്ട്. അവൾ സൈനികർക്കിടയിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ബാവോയും സംഘവും അവളെ കണ്ട് അവളുടെ അടുത്തേക്ക് നിന്ന് നീ എന്താണ് ഈ വേഷത്തിൽ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, തിരികെ പോകാനൊക്കെ പറയുന്നുണ്ട്. യാൻഷിങ്ങിനെ ഇപ്പോഴത്തെ അവൻ്റെ കണ്ടീഷനിൽ എനിക്ക് യുദ്ധഭൂമിയിലേക്ക് അയക്കാൻ പറ്റില്ല. അവൻ്റെ സ്ഥലത്ത് ആരെങ്കിലും നിന്നില്ലെങ്കിൽ അവനിങ്ങനെ ഒഴിവായത് അറിയും. അത് പിന്നെ അവന് വലിയ പണിഷ്മെൻ്റൊക്കെ കിട്ടുന്ന രീതിയിലാവും. അതുകൊണ്ട് അവനെ ഞാൻ റീപ്ലേസ് ചെയ്യുകയാണെന്ന് അവൾ പറയുന്നു. ഇത് അറിഞ്ഞപ്പോൾ അവരെല്ലാവരും അവളോട് തിരികെ പോകാൻ പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷേ ഷാങ്യു പിന്മാറാൻ തയ്യാറാവുന്നില്ല. അപ്പോഴേക്കും ഇവരുടെ ഈ ബഹളം കേട്ടുകൊണ്ട് വേറെ ആൾ വന്നിട്ട് അവർ ഏത് ഗ്രൂപ്പിലുള്ള ആളാണെന്നൊക്കെ ചോദിക്കുന്നു. യാൻഷിങ് പറഞ്ഞതുപോലെയുള്ള ആർമിയുടെ പേര് ഷാങ്യു പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ബറ്റാലിയൻ ഇക്കൂട്ടത്തിലില്ലല്ലോ, നിങ്ങൾക്ക് ആരാണ് ഈ കളത്തരം പറഞ്ഞു തന്നതെന്നൊക്കെ ചോദിച്ച് അയാൾ ഇവരോട് റേസ് ആവാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ശേഷി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഷാങ്യുവിനെ കണ്ട് അവനാകെ ഞെട്ടുന്നു. എന്നിട്ട് അവളെ മാറ്റി നിർത്തി അവൾ എന്താണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യാൻഷിങ് എവിടെയെന്നും അന്വേഷിക്കുന്നു. യാൻഷിങ്ങിൻ്റെ ഈ അവസ്ഥയിൽ അവനെ വിടാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് അവനെ ഞാൻ ഉറക്കി കിടത്തിയിരിക്കുകയാണ്. അവൻ്റെ സ്ഥാനത്താണ് ഞാൻ പോകുന്നത്, നിങ്ങളിത് കണ്ടില്ലെന്ന് വെച്ചാൽ മതി എന്നൊക്കെ അവൾ പറയുന്നു. അത് കേട്ടപ്പോൾ ശേഷി വീണ്ടും ഞെട്ടുന്നു. ഇന്നത്തെ യുദ്ധത്തിൽ അവനുള്ള പ്രാധാന്യം എന്താണെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ച് ശേഷി അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് യാൻഷിങ്ങിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും പോയിട്ട് കാര്യമൊന്നുമില്ല, അവന് ഞാൻ മയക്കുമരുന്ന് കൊടുത്തിരിക്കുകയാണ്, കുറേ സമയം കഴിയാതെ അവൻ ഉണരില്ല എന്ന് അവൾ പറയുന്നു. ശേഷി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബാക്കപ്പിനായിട്ട് അവരുടെ സൈന്യത്തെ വിളിച്ചിട്ടുണ്ട് എന്ന് ഒരാൾ വന്ന് അറിയിക്കുന്നത്. അങ്ങനെ അവർക്ക് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോകേണ്ടി വരുന്നു. ഷാങ്യുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ബാബോയോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അവൻ പോകുന്നത്. അവരിപ്പോൾ റിസർവ് ടീമിലാണുള്ളത്, അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ യുദ്ധത്തിന് പോകണ്ട. സുയാൻഷിങ്ങിനെയും കൊണ്ട് സുന്നും വേറെ കുറച്ച് സൈനികരും മലമുകളിൽ ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിന് എതിർവശത്തായിട്ട് ഷിയയും കുറച്ച് സൈനികരും നിൽപ്പുണ്ട്. സുൻ ഇവിടെ ഇരുന്ന് വീണ വായിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇവൻ ഈ യുദ്ധഭൂമിയിൽ വന്നിരുന്ന് ഇത് വായിക്കുന്നത് എന്തിനാണെന്ന്. ഇവൻ ശരിക്കും അതുപയോഗിച്ച് അവിടെയുള്ള സൈനികർക്ക് സുയാൻഷിങ്ങിനെ തള്ളുന്നതിനുള്ള സിഗ്നൽ നൽകുകയാണ്. ഇവൻ ഇതിൻ്റെ കമ്പി സ്ട്രോങ് ആയിട്ട് വായിക്കുന്ന സമയത്ത് അവർ അടിയുടെ എണ്ണവും അതേപോലെ സ്ട്രോങ് ആക്കും. യാൻഷിങ് ഇപ്പോൾ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് സുൻ. പിന്നെ ഷാങ്യു മുമ്പ് ഇവരെ പ്രകോപിപ്പിക്കാൻ ഉപയോഗിച്ച അതേ മാർഗം തന്നെയാണ് ഇപ്പോൾ ഇവനും യൂസ് ചെയ്യുന്നത്. അതെന്തായാലും വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന് അവൻ പറയുന്നുണ്ട്. ഷാങ്യു ഒക്കെ റിസർവ് ടീമിലായിരുന്നുകൊണ്ട് അവർക്ക് ഇതുവരെ യുദ്ധഭൂമിയിലേക്ക് പോകേണ്ടി വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവരും വേഗം എല്ലാം റെഡിയായി നിൽക്കാനുള്ള ഓർഡർ വരുന്നു. അങ്ങനെ എല്ലാവരും റെഡിയായി ഫ്രണ്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവർ അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു മൂടൽ മഞ്ഞ് വരക്കുന്നു. ആ മഞ്ഞ് മുഖത്ത് വന്ന് തട്ടിയപ്പോൾ കയ്യിലൊക്കെ ബ്ലഡ് ആയത് ഷാങ്യു അറിയുന്നുണ്ട്. ആ ബ്ലഡ് അവളുടെ മുഖത്തൊക്കെ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള യുദ്ധമാണ് മുന്നിൽ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അധികം വൈകാതെ ഇവിടേക്കും ശത്രു സൈന്യത്തിൻ്റെ ആക്രമണം വരുന്നുണ്ട്. പീരങ്കിയിൽ നിന്നുള്ള തീയുണ്ടകളൊക്കെയാണ് ഇവിടെ വന്ന് പതിക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരുപാട് നാശനഷ്ടം ഉണ്ടാകുന്നു. ഷാങ്യുവൊക്കെ ഇത് ആദ്യമായിട്ട് കാണുകയാണല്ലോ, അതുകൊണ്ട് ഇവർക്ക് ഇതെങ്ങനെ ഫേസ് ചെയ്യണമെന്നറിയാതെ കുറേ സമയം പകച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറ്റാവുന്നതുപോലെ ഓടി ഒളിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഒരുപാട് പേർ മരിക്കുന്നുണ്ട്. ഇവർ 5 പേരും കൂടി അവിടെ ഒളിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൈനികൻ വന്നിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കാതെ മുന്നോട്ട് ചാർജ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. യാൻഷിങ് ഈ സമയത്ത് ചെറുതായിട്ട് കണ്ണു തുറക്കുന്നുണ്ട്. ഷാങ്യു അവൻ്റെ അടുത്തിരുന്ന് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനിങ്ങനെ കണ്ണു തുറക്കുന്നത് കണ്ടപ്പോൾ ചേട്ടൻ എന്താ ഇപ്പോൾ കണ്ണു തുറന്നേ, ചേച്ചി എന്നോട് 1000 വരെ എണ്ണാനാണല്ലോ പറഞ്ഞത്. എനിക്ക് 1000 വരെ എണ്ണാൻ അറിയാത്തത് കൊണ്ട് 50 വരെ എണ്ണിയിട്ട് ഓരോ കല്ല് പെറുക്കി വെക്കാൻ പറഞ്ഞു. ഇത് മൊത്തം 20 കല്ലുണ്ട്, പക്ഷേ ഇപ്പോൾ അത് മുഴുവൻ ഞാൻ പെറുക്കി വെച്ചില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ചേട്ടൻ ഉണർന്നത് എന്നൊക്കെ ഷാങ്യു അവിടെ ഇരുന്ന് അവനോട് ചോദിക്കുന്നുണ്ട്.
യാൻഷൻ അപ്പോഴേക്കും ഒരു വിധത്തിൽ എഴുന്നേറ്റിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവൻ്റെ ലെവല് നേരെയായിട്ടില്ല. മരുന്നിൻ്റെ കെട്ട് അവന് വിട്ടിട്ടില്ല. അവൻ്റെ അസിസ്റ്റൻറ്റിനെ ഉറക്കെ വിളിക്കുന്നു. 2-3 തവണ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ ആ ടെൻറ്റിലേക്ക് വന്നത്. യാൻഷൻ ഏത് ടെൻറ്റിലാണ് എന്നറിയാതെ അയാൾ അവിടെ എല്ലാം തിരക്കി നടക്കുകയായിരുന്നു. ഇങ്ങനെ ഇവൻ്റെ വിളി കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. യുദ്ധം എപ്പോഴേ തുടങ്ങി, ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അയാൾ അവനോട് പറയുന്നു. പിന്നെ ഷാങ്യു യുദ്ധഭൂമിയിലേക്ക് പോയ കാര്യവും അവൻ പറയുന്നുണ്ട്. യാൻഷൻ അത് കേട്ടപ്പോൾ ശരിക്കും പേടിച്ചു പോകുന്നു. എന്നിട്ട് വേഗം അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവന് എഴുന്നേക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. പിന്നെ ഈ മരുന്നിൻ്റെ കെട്ട് പിടിക്കാനായിട്ട് അവൻ്റെ മുന്നിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഷാങ്ങിങ്ങിനോട് തിരിഞ്ഞിരുന്ന് എണ്ണാൻ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് മറ്റയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അവൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടാക്കുന്നു. ഇങ്ങനെ ബ്ലഡ് പോയി കഴിയുമ്പോൾ ആ മരുന്നിൻ്റെ ലഹരി കുറച്ച് വിടും. അങ്ങനെ അവൻ ഓക്കെ ആയിട്ട് വേഗം തന്നെ അവനും പുറപ്പെടുന്നു. ഷാങ്ങുവൊക്കെ ഈ സമയം സർവൈവ് ആയ കുറേ സൈനികർക്കൊപ്പം യുദ്ധഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അവിടെ എത്തി അവിടുത്തെ കാഴ്ചകൾ നേരിട്ട് കണ്ടപ്പോൾ മുമ്പത്തെ പോലെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവരെല്ലാം പകച്ച് അവിടെ തന്നെ നിന്ന് പോകുന്നു. ഇവരുടെ ഭാഗത്തുള്ള വേറെ സൈനികൻ സഹായത്തിന് വിളിക്കുന്നുണ്ട്. ഇനി നോക്കി നിൽക്കാതെ വേഗം അങ്ങോട്ട് ചെന്ന് സഹായിക്കാൻ പറഞ്ഞ് ഷാങ്ങു മുന്നേ പോകുന്നു. അങ്ങനെ അവൾക്ക് പിന്നാലെ ബാക്കിയുള്ളവരും പോകുന്നുണ്ട്. അവർക്ക് പറ്റാവുന്നതുപോലെയൊക്കെ അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഷിയേഷി ഇതിനടുത്ത് തന്നെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഷാങ്ങുവിനെ കാണുന്നു. പക്ഷെ അവന് അവളുടെ പ്രൊട്ടക്ഷന് ചെല്ലാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അവൻ്റെ ചുറ്റും ശത്രുക്കളാണ്. അവിടെ തീ തുപ്പുന്ന ആ യന്ത്രം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നവരെ തടയാനായിരുന്നു നേരത്തെ ഇവരോട് സഹായം ചോദിച്ച ആ ഓഫീസർ വിളിച്ച് പറഞ്ഞത്. ഷാങ്യു അതിനായി അടുത്ത് ചെല്ലുന്നുണ്ടെങ്കിലും അവിടെ ഒരു ചെറിയ പയ്യനാണ് നിൽക്കുന്നതെന്ന് കണ്ടപ്പോൾ അവനെ വെറുതെ വിട്ടിട്ട് ആ യന്ത്രത്തിൻ്റെ കയർ പൊട്ടിച്ചു വിടുന്നു. ഇവര് നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഷിഹുവും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ കയ്യിൽ 2 ഗദയുണ്ട്. അതുകൊണ്ട് മുന്നിൽ വരുന്നവരെല്ലാം അവൻ കൊന്നു അള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഷിയേഷിയും അവനും നേർക്കുനേരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ്റെ ആക്രമണത്തിൽ ഷിയേഷിക്കും പരിക്ക് പറ്റുന്നു. ഷാങ്യു ഇത് കാണുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് നിന്ന് അവനെ വിളിക്കുന്നതൊക്കെ കേട്ടപ്പോൾ ഇവളുടെ ശബ്ദം മുമ്പ് കേട്ട് പരിചയമുണ്ടല്ലോ എന്ന് ഷിഹു ഓർക്കുന്നു. അങ്ങനെ ആലോചിച്ചപ്പോൾ അവളാണ് സുയാൻ സിംഗിനെ നാണം കെടുത്താനായിട്ട് മുമ്പ് വിലപേശിയതെന്നൊക്കെ അയാൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവളെ ഇപ്പോൾ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അയാൾ അവൾക്ക് നേരെ തിരിയുന്നുണ്ട്. ഷാങ്യു അയാളുടെ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്ത് അയാൾക്ക് നേരെ ചെല്ലുന്നുണ്ടെങ്കിലും അവൻ്റെ ഒരു തട്ടിന് അവൾ തെറിച്ച് ദൂരെ പോയി വീഴുന്നു. അവൾക്ക് വലത്തെ കൈക്ക് കുറച്ച് പരിക്കും പറ്റുന്നുണ്ട്. അവളിങ്ങനെ വീഴുന്നത് കണ്ടുകൊണ്ട് ബാവോടി അവളുടെ അടുത്ത് വന്ന് അവൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് ഷിഹു അവരെ 2 പേരെയും കൂടി അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും ഷാങ്യു ബാബോയെ തള്ളി ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് മറു സൈഡിലേക്ക് മാറുന്നു. അതുകൊണ്ട് അവർക്ക് അന്നേരം അപകടമൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ ഇവർ തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. ഷാങ്യു പറ്റാവുന്നതുപോലെയൊക്കെ അയാളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അയാളുടെ മുന്നിൽ അവൾക്ക് പിടിച്ചേൽക്കാൻ പറ്റുന്ന രീതി ആയിരുന്നില്ല. ഷാങ്യു ആയുധമായി കൊണ്ടുവന്നിരിക്കുന്നത് അവളുടെ ആ ബച്ചർ നൈഫാണ്. അതുപയോഗിച്ച് അയാളുടെ ദേഹത്ത് മുറിവുണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പടച്ചട്ടയിലൊക്കെ കൊണ്ട് തെന്നി പോവുകയാണ്. ഇടയ്ക്ക് അവൻ്റെ കയ്യിൽ ചെറുതായിട്ട് മുറിവേൽപ്പിക്കാൻ അവൾക്ക് പറ്റുന്നു. അതോടെ അയാൾ കൂടുതൽ വാശിയോടെ അവളെ നേരിടാൻ തുടങ്ങുന്നു. ഷാങ്ങിന് ഒരു രീതിയിലും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അവളവിടെ ഉണ്ടായിരുന്ന കത്തിക്കൊണ്ടിരുന്ന ഒരു സാധനം ചവിട്ടി അയാളുടെ നേർക്കെറിയുന്നു. അതും അയാൾ ഗത കൊണ്ട് തകർക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ ചീള് അയാളുടെ കണ്ണിൽ വന്നത് കൊള്ളുന്നുണ്ട്. ഈ ഒരു ശ്രദ്ധ തെറ്റിയ സമയത്ത് ഷാങ് അയാളുടെ പുറത്തേക്ക് ചാടിക്കയറി അയാളെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ അവിടെ നിന്നും അയാൾ അവളെ തൂക്കി ദൂരേക്ക് എറിയുന്നു. ഷാങ്ങുവിന് ഇത്തവണയും നല്ല പരിക്ക് പറ്റുന്നുണ്ട്. അവളുടെ ഒരു കത്തി ഒടിഞ്ഞു പോവുകയും ചെയ്യുന്നു. പക്ഷേ മറ്റേ കത്തി കൊണ്ട് അവൾ കിട്ടിയ ചാൻസിന് അയാളുടെ ദേഹത്ത് തലങ്ങും വിലങ്ങും മുറിവുണ്ടാക്കുന്നു. അങ്ങനെ അയാളുടെ കയ്യിലിരുന്ന ഒരു ഗത താഴെ വീണ് പോകുന്നുണ്ട്. അത് ഷാങ്ങു എടുത്ത് അതുകൊണ്ട് അയാളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഇത്തവണ അവൾക്ക് അയാളെ കീഴടക്കാൻ പറ്റുന്നുണ്ട്. അവസാനം ആ ഗത കൊണ്ട് തന്നെ അടിച്ച് അവൾ അയാളെ കൊല്ലുന്നു. ഷിയേഷി കുറച്ച് അമ്പരപ്പോടെയാണ് ഇത് നോക്കി നിന്നത്. പാവോ ഇത് കാണുന്നുണ്ടായിരുന്നു. ഷാങ്യോ ഇങ്ങനെ അയാളെ കൊന്നുവെന്ന് അവൻ സന്തോഷത്തോടെ വിളിച്ചു പറയാൻ തുടങ്ങുന്നു. ലീഡറായ അയാളെ കൊന്നതോടെ ഇവർ യുദ്ധം ജയിച്ചിരിക്കുകയാണല്ലോ. അതോടെ എല്ലാവരും സന്തോഷത്തോടെ ആർപ്പുവിളിയൊക്കെ തുടങ്ങുന്നുണ്ട്. ഷാങ്യോ ആണെങ്കിൽ തളർന്ന് അവിടേക്ക് ഇരുന്ന് പോകുന്നു. അവൾ അത്രയ്ക്ക് ടയർഡായിട്ടുണ്ടായിരുന്നു. ബാബോയും സംഘവും അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൾക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ അന്വേഷിക്കുന്നു. ഈ സമയത്താണ് യാൻഷെങ്ങും കുറേ സൈനികരും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ വരുന്നത് കണ്ടുകൊണ്ട് മാർക്കിസ് വരുന്നുണ്ട് എന്ന് കുറേ പേർ വിളിച്ചു പറയുന്നു. അങ്ങനെ ഇവരും ആ ഭാഗത്തേക്ക് നോക്കുന്നു. ദൂരെ നിന്ന് വരുന്ന ആ മാർക്കിസിനെ കണ്ടപ്പോൾ തങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ പോലെ ഉണ്ടല്ലോ എന്ന് മാനുവും ബാന്തിയുമൊക്കെ ആദ്യം പറയുന്നുണ്ട്. പിന്നെ അവൻ അടുത്ത് വരുന്തോറും അതിന് യാൻഷെങ്ങിൻ്റെ രൂപമാണല്ലോ എന്നും ഇവർ പറയുന്നു. അങ്ങനെ ഷാങ്യവും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴാണ് യാൻഷെങ്ങാണ് മാർക്കിസ് എന്ന് അവളും അറിയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും അതറിയുന്നുണ്ട്. അവൻ്റെ മാർക്കിസിൻ്റെ യൂണിഫോം കാരണമാണ് ഇവർക്ക് ഇങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഷാങ്യു ആകെ ഷോക്കായിട്ട് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴേക്കും യാൻഷെങ് ഇവരുടെ അടുത്തെത്തുന്നു. ഷാങ്യുവിന് വിഷമവും പുച്ഛവും ഒക്കെ തോന്നുന്നുണ്ട്. അവനോട് ഒന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. യാൻഷെങ് കുതിരപ്പുറത്ത് തന്നെ അവൾക്ക് പിന്നാലെ പാഞ്ഞു എന്ന് അവളെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് അവളുടെ തലയിൽ കെട്ടിയിരുന്ന തുണിയൊക്കെ അഴിഞ്ഞു പോകുന്നുണ്ട്. അവൻ അവളെ പൊക്കിയെടുത്ത് കുതിരപ്പുറത്തേക്ക് ഇരുത്തുന്നു. എന്നിട്ട് അവളെ ഇങ്ങോട്ട് ദൂരേക്ക് പാഞ്ഞു പോകുന്നുണ്ട്. കുറേ ദൂരം എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവൻ കുതിരയെ നിർത്തുന്നത്. ഷാങ്യു അവനോട് വഴക്കിട്ട് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നു. കുതിര എങ്ങോട്ടും പോവാതിരിക്കാനായിട്ട് അതിൻ്റെ മുന്നിൽ വാൾ കുത്തി നിർത്തിയിട്ട് യാൻഷെങ്ങും പിന്നാലെ ചെല്ലുന്നുണ്ട്. പക്ഷെ ഷാങ്യു അവൻ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. നീ ആദ്യം മുതൽ എന്നോട് കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പിൽ വന്നപ്പോഴും നീ എന്നോട് കള്ളമാണ് പറഞ്ഞത്. നിൻ്റെ ഈ മുറിവും ഇനി കള്ളത്തരമാണോ എന്നൊക്കെ അവൾ ദേഷ്യത്തിൽ ചോദിക്കുന്നു.
അവൻ പക്ഷെ അതിനൊന്നും മറുപടി നൽകാതെ നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ അത് മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ദേഷ്യപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. നീ ചോദിച്ചതിനെല്ലാം ഞാൻ ഉത്തരം നൽകാം, പക്ഷെ അതിനു മുമ്പ് നമുക്ക് തിരികെ പോയി ആദ്യം നിന്നെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അവളെയും കൊണ്ട് തിരികെ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. ഞാൻ വെറും ഒരു ബച്ചറുടെ മകളാണ്. ഇത്ര വലിയവനായിട്ടുള്ള മാർക്കിസ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാണ് എന്ന് അവൾ ദേഷ്യത്തിൽ ചോദിക്കുന്നു. ഞാൻ നിന്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്നാണോ നീ പറയുന്നത്? എങ്കിൽ പിന്നെ നീ എന്തിനാണ് എനിക്ക് ആ ഉറക്കമരുന്ന് നൽകിയത്? എനിക്ക് പകരം യുദ്ധഭൂമിയിലേക്ക് പോയത്? ഒരു യുദ്ധഭൂമി എങ്ങനെയാണ് എന്ന് നിനക്ക് വല്ല ഐഡിയയുമുണ്ടോ? അവിടെ മനുഷ്യജീവന് ഒരു വിലയുമില്ല. അന്ന് നീ ആ ഫുഡൊക്കെ തട്ടിയെടുത്ത ദിവസം നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ എന്നൊക്കെ അവൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. അന്നും നീ എന്നോട് കള്ളം പറയുകയല്ലായിരുന്നോ? എന്നെ ഇങ്ങനെ പൊട്ടിയാക്കുന്നത് കണ്ട് നിനക്ക് രസമാണോ തോന്നിയത്? നീ എന്നോട് ഈ കള്ളമൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ നിനക്ക് പകരം ഞാൻ യുദ്ധഭൂമിയിലേക്ക് പോയത്? നീ അവിടെ മരിക്കുമോ എന്ന് പേടിച്ചാണ് നിന്നെ ഞാൻ ഉറക്കമരുന്ന് നൽകി അവിടെ കിടത്തിയത് എന്നൊക്കെ ചോദിച്ച് ഷാങ്യു അവനോട് പിന്നെ ദേഷ്യപ്പെട്ടിട്ട് പിണങ്ങി പോകാൻ തുടങ്ങുന്നു. യാൻഷിൻ വേഗം അവളെ പിടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് ചേർത്ത് നിർത്തി, ഞാൻ മരിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ നീ ജീവിക്കണം. ഞാൻ മരിച്ചാൽ നിനക്ക് ഷാങ്ങിനെയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി ഏതെങ്കിലും ഗ്രാമത്തിൽ സേഫായിട്ട് സെറ്റിൽ ചെയ്യാം. നീ ആഗ്രഹിച്ചതുപോലെ അവിടെ പന്നിയെ കശാപ്പയിലോ അല്ലെങ്കിൽ ഒരു പന്നിയുടെ ഫാം നടത്തിയൊക്കെ നിനക്ക് ജീവിക്കാം. എന്നിട്ട് നീ ഇഷ്ടപ്പെടുന്നത് പോലെയുള്ള ഏതെങ്കിലും ഒരു സ്കോളറെ കണ്ടുപിടിച്ച് അയാളെ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കണം. ഞാൻ പിന്നെ ശല്യപ്പെടുത്താൻ വരില്ലല്ലോ എന്നൊക്കെ അവൻ പറയുന്നു. ഷാങ്ങി ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് അവിടേക്ക് ഇരുന്ന് പോകുന്നുണ്ട്. അവനും പതുക്കെ അവളുടെ അടുത്തേക്ക് ഇരുന്ന് പതുക്കെ അവളുടെ മുഖമൊക്കെ ഒന്ന് തലോടിയിട്ട് അവളുടെ നെറ്റിയിലൊന്ന് ഉമ്മ വയ്ക്കുന്നു. ഈ സമയത്ത് രണ്ടുപേരും കരഞ്ഞു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ്, ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ എന്നും നീ എൻ്റെ സ്വന്തമായിരിക്കും, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നവൻ പറയുന്നത്. പറഞ്ഞത് വലിയ പഞ്ച് ഡയലോഗൊക്കെ ആണെങ്കിലും ഷാങ്ങു കുറച്ചു നേരം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇരുന്നിട്ട് അവൻ്റെ കർണക്കുറ്റിക്കൊറ്റൊരെണ്ണം പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവൾ ആ കുതിരപ്പുറത്ത് കയറി അവിടെ നിന്ന് പോകുന്നു. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ യാൻഷിങ്ങിൻ്റെ ഒരു ജനറൽ 2 കുതിരയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളുടെ ഫ്രണ്ടായ മാന്തിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് പരിക്കേറ്റു, അവനെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് അയാൾ അവളോട് പറയുന്നു. അങ്ങനെ ഷാങ്ങു വേഗം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. യാൻഷിൻ മറ്റിടത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സുന്നിനും പരിക്കേറ്റുവെന്ന് ഈ ജനറൽ അവനോട് വിളിച്ച് പറയുന്നുണ്ട്. മാന്തിക്ക് ഈ സമയം ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. മനുവും മൻഹായും ഒക്കെ അവൻ്റെ അടുത്തിരുന്ന് കരയുകയാണ്. ബാവോയും അവിടെ തന്നെ വിഷമിച്ച് നിൽപ്പുണ്ട്. ഷാങ്ങു അങ്ങോട്ടേക്ക് എത്തി അവൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അവൾ പോകുന്ന സമയത്ത് അവന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അവർ ആ ആർമി സൈറ്റൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഡെഡ് ബോഡികൾക്കിടയിൽ നിന്ന് ഒരു കൊച്ചു പയ്യൻ ഓടി എഴുന്നേറ്റ് വന്ന് അവനെ കുത്തിയത്. ഷാങ്ങു നേരത്തെ ഒരു പയ്യനോട് സഹതാപം തോന്നിയിട്ട് അവനെ കൊല്ലാതെ വിട്ടിരുന്നല്ലോ, അവൻ തന്നെയാണ് ഇതെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നു. യുദ്ധഭൂമിയിൽ വെച്ച് ശത്രുവിനോട് ആവശ്യമില്ലാതെ ദയ കാണിച്ചതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അങ്ങനെ ഷാങ്ങു അറിയുന്നുണ്ട്. ഞാനവനെ അപ്പോൾ തന്നെ കൊന്നിരുന്നെങ്കിൽ മാന്തിക്ക് ഇങ്ങനെ കിടക്കേണ്ടി വരില്ലായിരുന്നു എന്ന് അവൾ വിഷമത്തോടെ പറയുന്നുണ്ട്. മാന്തിയുടെ നെഞ്ചിലൂടെയാണ് അവൻ്റെ കുത്ത് കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അവൻ്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്, രക്ഷപ്പെടുമോ എന്ന് അറിയില്ല എന്നൊക്കെ അവർ വിഷമത്തോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രിൻസസ് അങ്ങോട്ടേക്ക് വരുന്നു. ഷാങ്ങു മാന്തിയുടെ കണ്ടീഷനെ പറ്റി പ്രിൻസസിനോട് ചോദിക്കുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല, അവൻ പേടിച്ച് ഇപ്പോൾ ബോധം പോയിരിക്കുകയാണ്. അവന് കുത്ത് കിട്ടിയ സമയത്ത് അവൻ്റെ നെഞ്ചിൽ കട്ടിയുള്ള ഒരു ലോഹകഷ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പ്രിൻസസ് അവളോട് പറയുന്നു. മാന്തിയുടെ സിസ്റ്റർ ഷാങ്യുവിൻ്റെ കയ്യിൽ കൊടുത്തയച്ച ആ ലോഹകഷ്ണം മാന്തി നെഞ്ചോട് തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ അവൻ്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവന് ബോധം വീണോളൂ എന്ന് പറഞ്ഞിട്ട് പ്രിൻസസ് ബാക്കിയുള്ളവരെ ട്രീറ്റ് ചെയ്യാനായി പോകുന്നു. ഷാങ്യുവിന് എന്തായാലും ആശ്വാസമാവുന്നുണ്ട്. സുയാൻ സിംഗിനെ അവൻ്റെ ആൾക്കാർ ഇതിനിടയിൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിരുന്നു. അവനും കുറേ അധികം പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അവർ അതൊക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് ഷിഹുവിൻ്റെ മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഷിയയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ബച്ചർ നൈഫുമായിട്ട് യുദ്ധഭൂമിയിലേക്ക് വന്ന പെണ്ണാണ് അവനെ കൊന്നതെന്ന് പറഞ്ഞിട്ട് അയാൾ വിശ്വസിക്കുന്നില്ല. 10,000 സൈനികർ ഒരുമിച്ച് എതിർത്താലും അവരെല്ലാം കൊന്ന് ജയിക്കാനുള്ള ശേഷി ഷിഹുവിനുണ്ട്. അങ്ങനെയുള്ള അവനെ ഒരു പെണ്ണ് കൊന്നു എന്ന് പറഞ്ഞത് അയാൾ എങ്ങനെ വിശ്വസിക്കാനാണ്? പക്ഷേ ഇത് സത്യം തന്നെയാണ്. ഷിഹുവിൻ്റെ ഗത കൊണ്ട് തന്നെയാണ് 2 അടി കൊടുത്ത് അവൾ അയാളെ കൊന്നത് എന്നൊക്കെ വന്ന് അയാൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. ഷിഹു അപ്പോഴും അത് വിശ്വസിക്കാതെ വീണ്ടും പോയി അന്വേഷിച്ച് വരാനായി അവനെ പറഞ്ഞയക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരുന്ന സുയാൻ സിംഗിന് ഷാങ്യാണ് ചെയ്തതെന്ന് മനസ്സിലാവുന്നു. അപ്പോഴേക്കും മറ്റൊരു സൈനികൻ വന്നിട്ട് യാൻഷിങ്ങിൻ്റെ സൈന്യത്തോടൊപ്പം ജനറൽ ഹേയുടെ സൈന്യവും കൂടി ജോയിൻ ചെയ്തിരിക്കുന്നു. അവരിപ്പോൾ 3 വർഷത്തിൽ നിന്നും തങ്ങളെ വളഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് എതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കേണ്ട, അവൻ്റെ അച്ഛനൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് പുറപ്പെടാമെന്ന് സുയാൻ സിംഗ് പറയുന്നുണ്ട്. ഷിയയ്ക്ക് ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ സുയാൻ സിംഗ് ഒരു ഓർഡർ പോലെ അത് വീണ്ടും പറഞ്ഞപ്പോൾ അയാൾക്ക് അനുസരിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് തൽക്കാലം യുദ്ധം മതിയാക്കി ഇവരുടെ അച്ഛനൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. സുന്നിന് പരിക്ക് പറ്റിയെന്ന് അറിഞ്ഞ് യാൻഷിൻ തിരികെ വന്നപ്പോൾ ആദ്യം അവൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ കണ്ടീഷനൊക്കെ പറ്റി പറയുന്നു. സുയാൻ സിംഗിന് കാവലായിട്ടുണ്ടായിരുന്നത് സുന്നായിരുന്നല്ലോ. അവനെ രക്ഷപ്പെടുത്താനായിട്ട് ആളുകൾ വന്ന സമയത്താണ് സുന്നിന് പരിക്കേറ്റത്. മിലിറ്ററി യൂണിഫോമൊക്കെ അണിഞ്ഞ് പോകാൻ യാൻഷൻ പറഞ്ഞതായിരുന്നു. അതൊന്നും കേൾക്കാതെ വലിയ ഹീറോ കളിച്ച് പോയതാണ്. യാൻഷൻ അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. പക്ഷെ അങ്ങനെ വെറുതെ ഒരു ഡോക്ടറെ വിളിക്കുന്നതിനോട് സുന്നിന് താല്പര്യമില്ല. അവൻ ആവശ്യം പ്രിൻസസിനെയാണല്ലോ. അതുകൊണ്ട്
വെറുതെ ഡോക്ടർമാരെയൊക്കെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? അവരൊക്കെ ഇപ്പോൾ എല്ലാ സോൾജേഴ്സിനെയും ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ തിരക്കല്ലേ. എനിക്ക് അത്രയ്ക്ക് വലിയ പരിക്കൊന്നുമില്ലല്ലോ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് സുൻ ചോദിക്കുന്നു. അങ്ങനെ വലിയ പരിക്കൊന്നുമില്ലെങ്കിൽ എന്നാൽ നമുക്ക് വെറ്റിനറി ഡോക്ടറെ വിളിക്കാമെന്ന് യാൻഷിൻ പറയുന്നുണ്ട്. അതല്ല, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് സുൻ ചോദിക്കുന്നു. പ്രിൻസസിനെയാണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് യാൻഷിൻ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ പ്രിൻസസിനെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് യാൻഷിൻ അവൻ്റെ മനസ്സറിയാനായി ചോദിക്കുന്നു. അത് കേട്ടതും എങ്കിൽ പ്രിൻസസ് തന്നെ മതി, വേഗം വന്നോളാൻ പറ എന്നവൻ പറയുന്നുണ്ട്. എന്നിട്ട് പ്രിൻസസിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്, ഞാൻ മരിക്കാറായി കിടക്കുകയാണ് എന്ന് പറയണമെന്ന് കൂടി അവൻ ആ പോകുന്ന ആളിനെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. യാൻഷിങ്ങിന് അവൻ്റെ അസുഖം എന്താണെന്ന് മനസ്സിലാവുന്നു. എന്നാലും അവൻ അതിനെ എതിർത്തൊന്നും പറയുന്നില്ല. ഇവരെ അവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ അധികം അവിടെ ഇരിക്കാതെ പോവുകയും ചെയ്യുന്നു. പ്രിൻസസ് വരുമ്പോൾ അവളെ കുറച്ച് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സുൻ കുറച്ച് ചുമന്ന ആളുകളുള്ള എന്തോ പൊടിയൊക്കെ കലക്കി അവൻ്റെ വായിലേക്ക് ഒഴിച്ച് ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നത് പോലെ കട്ടിലിനോട് ചേർന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അവൻ പ്രതീക്ഷിക്കാതെ അവിടേക്ക് കയറി വന്നത് മാസ്റ്റർ താവോയാണ്. ഇവനിങ്ങനെ സീരിയസ് കണ്ടീഷനിലാണ് എന്നറിഞ്ഞ് അവൻ മരിക്കുന്നതിന് മുമ്പ് യാത്രയപ്പ് നൽകാനായിട്ട് അദ്ദേഹം ഓടിപ്പിടിച്ച് വന്നതായിരുന്നു. പ്രിൻസസിനെ പ്രതീക്ഷിച്ചിരുന്ന സൂൺ മാസ്റ്ററെ കണ്ട് ആകെ ഞെട്ടി വായിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന ബ്ലഡൊക്കെ വോമിറ്റ് ചെയ്യുന്നു. അത് കണ്ടപ്പോൾ മാസ്റ്റർ വിചാരിക്കുന്നത് ഇവൻ്റെ കണ്ടീഷൻ മോശമാണെന്ന് തന്നെയാണ്. അങ്ങനെ ഇവന് അന്ത്യകൂതാശയൊക്കെ അദ്ദേഹം നൽകുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഞാൻ ശരിക്കും തട്ടിപ്പോകുമെന്ന് പറഞ്ഞ് സൂൻ അദ്ദേഹത്തെ തടയുന്നു. എന്നിട്ട് മര്യാദയ്ക്കിരുന്ന് അദ്ദേഹവുമായി സംസാരിക്കുന്നു. ഇദ്ദേഹം യാൻഷിങ്ങിൻ്റെ മാസ്റ്റർ ആണല്ലോ, അവൻ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്നൊക്കെ ആശങ്കപ്പെട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്നാണ് സുൻ കരുതുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, അവൻ സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ സുൻ പറയുന്നു. അവനെ അന്വേഷിച്ചല്ല ഞാൻ വന്നത്, എനിക്ക് ഈ അടുത്തിടെ വേറൊരു ശിഷ്യയെ കിട്ടിയിരുന്നു. അവൾ ഫുഡ് സപ്ലൈസുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്, പിന്നെ തിരികെ വന്നില്ല. അവൾക്ക് ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചു, അവൾ സേഫാണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അദ്ദേഹം പറയുന്നു. ആദ്യം ആരെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നതെന്ന് സുനിന് മനസ്സിലാവുന്നില്ല. പിന്നെ പറഞ്ഞു വന്നപ്പോഴാണ് അദ്ദേഹം ഈ പറയുന്നത് ഷാങ്വിനെ കുറിച്ചാണ് എന്ന് അവൻ അറിയുന്നത്. ഇദ്ദേഹം സ്റ്റുഡൻസിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര സെലക്റ്റീവായിട്ടുള്ള ആളാണ്. ഒരുപാട് പേർ ശിഷ്യന്മാരാക്കാൻ ചെന്നിട്ടുണ്ടെങ്കിലും യാൻഷിങ്ങിനെ മാത്രമാണ് ഇതുവരെ അദ്ദേഹം ശിഷ്യനാക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ ഷാങ്യുവിനെ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സ്റ്റുഡൻ്റായി സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ സുൻ കുറച്ച് ഒന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് താൻ അവളെ സ്റ്റുഡൻ്റ് ആക്കാൻ തയ്യാറായത് എന്നൊക്കെ പറഞ്ഞ് ഷാങ്യുവിൻ്റെ കുറേ കഴിവുകളെയും മിടുക്കുകളെയും പറ്റിയുമൊക്കെ മാസ്റ്റർ തവ പുകഴ്ത്തി പറയുന്നു. അതൊക്കെ ശരിയാണെന്ന് സുനും സമ്മതിക്കുന്നുണ്ട്. അവന് പരിക്ക് പറ്റിയെന്നറിഞ്ഞ് പ്രിൻസസ് ഈ സമയം അങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ച് വരികയായിരുന്നു. അവൻ ചാവാറായി കിടക്കുകയാണെന്നാണല്ലോ പ്രിൻസസ് അറിഞ്ഞത്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അവനെ അവസാനമായിട്ടൊന്ന് കാണാനായിട്ട് വെപ്രാളപ്പെട്ടാണ് പ്രിൻസസ് ഈ ഓടി വരുന്നത്. ഇതിനിടയിൽ അവൾ തട്ടി മറിഞ്ഞു വീഴുന്നു. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ചെരുപ്പ് പൊട്ടിയിരിക്കുന്ന അവൾ കാണുന്നത്. അങ്ങനെ 2 ചെരുപ്പ് ഊരി അവളെ കളഞ്ഞിട്ട് ചെരുപ്പൊന്നും ഇല്ലാതെയാണ് അവൾ അങ്ങോട്ടേക്ക് ഓടുന്നത്. ഇവിടെ വന്ന സൂര്യനെ കണ്ടപ്പോഴോ അവൻ ഒരു കുഴപ്പമില്ലാതെ മാസ്റ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവളിങ്ങനെ ഓടിപ്പിടിച്ച് വരുന്നത് കണ്ട് അവൻ പെട്ടെന്ന് ചുമയ്ക്കുകയും കുരയ്ക്കുകയും ഒക്കെ ചെയ്ത് കുറേ അഭിനയമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ തട്ടിപ്പാണെന്ന് പ്രിൻസസിന് അപ്പോൾ തന്നെ മനസ്സിലാവുന്നു. ഇതാണോ നീ ചാവാൻ തുടങ്ങുകയാണെന്ന് അയാൾ വന്ന് പറഞ്ഞതെന്ന് അവൾ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. പ്രിൻസസിനെ കണ്ടുകൊണ്ട് മാസ്റ്റർ അവളോട് റെസ്പെക്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവളതിന് മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ വേഗം അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. സുന്നും അവൾക്ക് പിന്നാലെ ഓടി ചെല്ലുന്നുണ്ട്. അവളുടെ പിന്നാലെ ചെന്ന് അവൻ സോറിയൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് അവളുടെ പിണക്കം മാറാനായി ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിലാണ് അവളുടെ കാലിൽ ചെരുപ്പില്ല എന്ന് അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ വേഗം അവൻ്റെ കാലിൽ കിടന്ന ചെരുപ്പ് ഊരിക്കൊടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്ന് അവൾ പറയുന്നു. ഇന്ന് രാവിലെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അവൾ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അവനെ കെട്ടിപ്പിടിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അതിൻ്റെ ഒരു അഹങ്കാരത്തിലാണ് സുൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചത്. അത് ഞാൻ നിങ്ങൾ യുദ്ധഭൂമിയിലേക്ക് പോകുന്നത് കൊണ്ട് വെറുതെ ഒന്ന് എൻകറേജ് ചെയ്തതല്ലേ. അത് കണ്ടിട്ട് നീ വേറെ ഒന്നും വിചാരിക്കണ്ട. എന്തായാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് വേറെ ആളുകളെ ട്രീറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് പ്രിൻസസ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷാങ്ങിനെ ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്ക് സൂപ്പുമായിട്ട് പുറത്ത് ആരോ വന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ആവശ്യമില്ല, ഇത് ആവശ്യമുള്ള വേറെ ആർക്കെങ്കിലും കൊടുത്തോളാൻ അവൾ പറയുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ടും അയാൾ പോവാതെ അവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നതുകൊണ്ട് അവൾ എഴുന്നേറ്റ് എന്നിട്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് പുറത്ത് നിൽപ്പുണ്ടായിരുന്ന യാൻഷൻ അകത്തേക്ക് കയറി ചെല്ലുന്നു. എന്തായാലും ഷാങ്ങു ഇപ്പോൾ അവനുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവളെ ആദ്യം മീറ്റ് ചെയ്ത സമയത്ത് തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരുന്നതെന്നൊക്കെ അവൻ അവളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവനത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് വലിയൊരു ദുരന്തം തന്നെ നേരിടേണ്ടി വന്നേനെ എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ അന്ന് നീ എന്നോടത് പറയാതിരുന്നതിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല എന്ന് അവൾ പറയുന്നു. പിന്നെ ഇപ്പോൾ പറയാത്തതാണോ പ്രശ്നം? നീ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിച്ചു. നിന്നോട് സത്യം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാൻ പാടില്ലാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു. എൻ്റെ ഐഡൻറ്റിറ്റി കാരണമാണ് ഷാങ്ങിനെ അവർ തട്ടിക്കൊണ്ട് പോയത് എന്ന് പറഞ്ഞ് അവൻ അതിനും സോറി പറയുന്നുണ്ട്. ഷാങ്ങുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവനിതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൾ പതുക്കെ അവൻ്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് ഇതിനൊന്നും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, ഷാങ്ങിനെ അവർ തട്ടിക്കൊണ്ട് പോയെങ്കിലും നീ അവളെ രക്ഷപ്പെടുത്തിയല്ലോ, അതുകൊണ്ട് അക്കാര്യത്തിന് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ യാൻഷങ്ങിനെ കുറിച്ച് ടെൻഷൻ ആവുന്നുണ്ട്. നീ ഇങ്ങനെ ഒന്നിനും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നീ എൻ്റെ അടുത്ത് നിന്ന് ബ്രേക്കപ്പ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു.
അതിന് നമ്മളിതുവരെ ഒരുമിച്ചിട്ടില്ലല്ലോ, പിന്നെ ബ്രേക്കപ്പ് ആവുക എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവൻ അവളുടെ കയ്യിലെ മുറിവൊന്നും കാര്യമാക്കാതെ അവളുടെ കയ്യിൽ പിടിച്ചിട്ട്, നീ എന്താണ് ഈ പറയുന്നത്? നമ്മൾ ഒരിക്കലും ഒന്നായിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ കുറച്ച് ഇമോഷണലായി ചോദിക്കുന്നു. ഇവനിങ്ങനെ അവളുടെ കയ്യിൽ ഫോഴ്സ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് അവൻ്റെ കൈ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ അവനതൊന്നും കാര്യമാക്കുന്നില്ല. നമ്മുടെ വിവാഹം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമായിരുന്നല്ലോ. യാൻഷെങ്ങിനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. യാൻഷെങ് എന്ന് പറയുന്ന ആൾ ഫേക്കാണ്, അതുകൊണ്ട് നമ്മുടെ ആ വിവാഹവും ഫേക്കാണ് എന്ന് അവൾ വിഷമത്തോടെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണ്? പന്നികളെ കശാപ്പ് ചെയ്ത് എനിക്ക് ചെലവിനാരാമെന്ന് പറഞ്ഞത് എന്തിനാണ്? എനിക്ക് പകരം യുദ്ധഭൂമിയിലേക്ക് പോയത് എന്തിനാണ് എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അതൊക്കെ ഞാൻ യാൻഷെങ്ങിന് വേണ്ടി ചെയ്തതാണ്, ഷിയേഷെങ്ങിന് വേണ്ടി അല്ല എന്ന് അവൾ പറയുന്നു. അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടും ഞാൻ തന്നെയല്ലേ എന്ന് അവൻ ചോദിച്ചപ്പോൾ വ്യത്യാസമുണ്ട്. യാൻഷെങ്ങിനെ എനിക്ക് ഒരിക്കലും മാർക്കിസ് ഓഫ് വുവാനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മാർക്കിസ് ഓഫ് വുവാൻ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വലിയ ഹീറോ ആണ്. അദ്ദേഹം ഒരു സാധാരണ പിഗ് ബച്ചറായ എന്നെ വിവാഹം കഴിച്ചുവെന്ന് ഈ ലോകം പറഞ്ഞാൽ എല്ലാവരും പരിഹസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിലെ പിടി വിടുവിക്കുന്നുണ്ട്. ഞാൻ ആരെ വിവാഹം കഴിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അതിൽ ഈ ലോകത്തുള്ളവർക്ക് എന്താണ് കാര്യം? നീയും അത്ര മോശക്കാരിയൊന്നും അല്ലല്ലോ. നീ ഇപ്പോൾ വലിയ നേട്ടങ്ങൾ നേടിയിരിക്കുന്ന ഒരു ഹീറോയിനല്ലേ. പിന്നെ നിന്റെ സ്റ്റാറ്റസ് നിനക്ക് കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ രാജാവിനോട് നേരിട്ട് പറഞ്ഞ് നമ്മുടെ വിവാഹം നടത്തി തരാൻ ആവശ്യപ്പെടാം. അപ്പോൾ പിന്നെ ആർക്കും നമ്മളെ പിരിക്കാനും പറ്റില്ല, നിന്നെ ആരെയും കളിയാക്കുകയും ചെയ്യില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഷാങ് പക്ഷേ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. യാൻഷെങ് എഴുന്നേറ്റ് നിന്നിട്ട് തൻ്റെ മാർക്കിസിൻ്റെ കമാൻഡ് ടോക്കൺ എടുത്ത് അവളുടെ കയ്യിലേക്ക് പിടിപ്പിക്കുന്നു. എന്നിട്ട് അവൻ്റെ ശരിക്കുള്ള ഷിയേഷെങ് എന്ന പേരും ഐഡൻറ്റിറ്റിയും ഒക്കെ പറഞ്ഞ് അവനെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പേര് ഷിയേഷെങ് എന്നാണ്, അല്ലാതെ എല്ലാവരും വിളിക്കുന്ന പേര് ജിയോഹെങ് എന്നാണ്. ഞാൻ ആർമിയിൽ സെർവ് ചെയ്യുകയാണ്. മാർക്കിസ് ഓഫ് വുവാൻ എന്ന ടൈറ്റിലാണ് എനിക്കുള്ളത്. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, മരണം വരെ നിന്നോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ പ്രപ്പോസ് ചെയ്യുകയാണ്. പക്ഷേ ഷാങ്യോ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അവൾ കരയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കൈ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അവൻ്റെ ആ കമാൻഡ് ടോക്കൺ എടുക്കുന്നതുമില്ല. അവളുടെ മറുപടി നോ ആണ് എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അവൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. അവൻ തിരികെ ചെല്ലുമ്പോൾ അവിടെ സുന്നും മാസ്റ്റർ തവോയും ഉണ്ടായിരുന്നു. മാസ്റ്ററെ കണ്ട് യാൻഷെങ് വേഗം അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് നിന്ന് റെസ്പെക്റ്റ് കാണിക്കുന്നു. ഇദ്ദേഹം എന്താണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നും അന്വേഷിക്കുന്നു. മാസ്റ്റർ ആദ്യം നോക്കിയത് അവൻ്റെ മുഖത്തെ പാടാണ്. ഇത് കണ്ടിട്ട് ആയുധം കൊണ്ട് പറ്റുകയാണെന്ന് തോന്നുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഷാങ്യു നേരത്തെ അവൻ്റെ മുഖത്ത് അടിച്ചതിൻ്റെ പാടായിരുന്നു അത്. സുന്ന് അത് ചെറുതായിട്ട് ഊഹിക്കുന്നുണ്ട്. അവനത് പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും യാൻഷെങ് രൂക്ഷമായിട്ടൊന്ന് നോക്കുന്ന കാരണം അവൻ പെട്ടെന്ന് വായടയ്ക്കുന്നു. പിന്നെ അവർ അവിടെ ഇരുന്ന് ആ യുദ്ധത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. യാൻഷെങ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഷുഹുവിനെ മറ്റാരോ കൊന്നിരുന്നുവെന്ന് മാസ്റ്റർ അറിഞ്ഞിരുന്നു. ആരാണ് അത് ചെയ്തതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. യാൻഷെങ് അതിന് മറുപടി പറയുന്നില്ല. ഇവൻ്റെ വൈഫാണ് അങ്ങനെ ചെയ്തതെന്ന് സുൻ അവിടെ ഇരുന്ന് പറയുന്നു. ഷാങ്യു ആണ് ആ വൈഫെന്ന് സുൻ പറയുന്നില്ല. അവന് വൈഫുണ്ടെന്ന് പറഞ്ഞപ്പോൾ മാസ്റ്റർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. നീ വിവാഹം കഴിച്ചിട്ട് എന്നോട് കാര്യം പറഞ്ഞില്ലല്ലോ, എന്താണ് പറയുന്നതെന്നൊക്കെ ചോദിച്ച് അദ്ദേഹം ചൂടാവുന്നു. അതൊരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്, പറയാനൊന്നും പറ്റിയില്ല എന്നൊക്കെ യാൻഷെങ് എക്സ്ക്യൂസ് പറയുന്നുണ്ട്. അവൾ വെറും 3 അടി കൊണ്ടാണ് ആ ഷിഹുവിനെ കൊന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മാസ്റ്റർ അത് അവൾക്ക് എങ്ങനെ സാധിച്ചു, അവളുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്നൊക്കെ വളരെ ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും സൂൻ സസ്പെൻസ് പൊട്ടിക്കുന്നില്ല. പിന്നെ അവർ ഫ്യൂച്ചർ പ്ലാനിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. ഷിഹു കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ഷിയ ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല, എന്തായാലും പ്രതികാരം ചെയ്യും. യാൻഷിങ്ങിൻ്റെ സൈന്യം ഇവിടെ ഇപ്പോൾ ഇവരെ തോൽപ്പിച്ചിരിക്കുന്നത് കാരണം സുയാൻഷിങ്ങിൻ്റെ അച്ഛൻ്റെ സൈന്യം തൽക്കാലം ജനറൽ ഹേയുമായിട്ടുള്ള യുദ്ധം നിർത്തിവെച്ചിരിക്കുകയാണ്. വേശ്വാൻ മുമ്പ് ജനറൽ ഹേയെ തടവിലാക്കിയിട്ടൊക്കെ ആയിരുന്നല്ലോ അവിടെ നിന്ന് പോയത്. ആ ഒരു മിസ്റ്റേക്ക് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെയ്യാൻ ഇത് താൻ പ്ലാൻ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് എടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവർ തമ്മിൽ പറയുന്നു. അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ അതിനെ എതിർക്കണ്ടെന്നാണ് മാസ്റ്റർ അവരെ ഉപദേശിക്കുന്നത്. യാൻഷെങ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ മിലിറ്ററിയിലെ ഏറ്റവും വലിയ പൊസിഷനായിട്ടുള്ള മാർക്കിസായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവൻ ഈ യുദ്ധത്തിൻ്റെ ക്രെഡിറ്റുമായിട്ട് ചെന്നാലും രാജാവിന് ഇതിൽ കൂടുതൽ വലിയ പൊസിഷനൊന്നും അവന് നൽകാനില്ല. അപ്പോൾ പിന്നെ ഈ ഒരു ക്രെഡിറ്റ് വെയ്യാൻ എടുത്തിട്ട് വെയ്യാനും ഗ്രാൻഡ് ഡ്യൂട്ടറും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ മാറി നിന്ന് കാണുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. ഗ്രാൻഡ് ഡ്യൂട്ടർ ലീ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുമകനായ ലീഹുവാനെ മിലിറ്ററിയിലേക്ക് അയച്ചിരിക്കുന്നത് മിലിറ്ററി പവർ നേടിയെടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രമല്ല, ലോർഡ് ഷാങ്ഷിങ്ങിൻ്റെ മൂത്ത മകനായ ഷീക്ക് ഈ ഗ്രാൻഡ് ഡ്യൂട്ടറുമായിട്ട് എന്തൊക്കെയോ രഹസ്യ ഇടപാടുകൾ ഉണ്ട് എന്നും തനിക്ക് വിവരം കിട്ടിയിട്ടുള്ളതായി മാസ്റ്റർ അവരോട് പറയുന്നു. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പഴയ കഥകൾ സുന്നിനും അറിയാമായിരുന്നു. അവൻ അത് ഈ സമയത്ത് പറയുന്നുണ്ട്. അവിടുത്തെ മുമ്പത്തെ ക്രൗൺ പ്രിൻസും യാൻഷെങ്ങിൻ്റെ അച്ഛനുമൊക്കെ ഒരു യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത്. അന്ന് ആ ക്രൗൺ പ്രിൻസ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്നത്തെ അപ്പോഴത്തെ രാജാവ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനമൊഴിയുകയും ഇപ്പോഴത്തെ രാജാവിനെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുകയുമായിരുന്നു. അത് കഴിഞ്ഞ് അധികം വൈകുന്നതിന് മുമ്പ് ഒരു ദിവസം ആ മരിച്ചുപോയ ക്രൗൺ പ്രിൻസസിൻ്റെ വൈഫും മകനും താമസിച്ചിരുന്ന കൊട്ടാരത്തിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടാവുകയും ആ പ്രിൻസസും അവരുടെ മകനും അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അന്ന് ആ അപകടം നടക്കുന്ന സമയത്ത് ഈ ലോർഡ് ഷാങ്ഷിൻ്റെ വൈഫും മൂത്ത മകനും കൂടി ആ കൊട്ടാരത്തിലുണ്ടായിരുന്നു.
ആ അപകടത്തിൽ അവരുടെ ഈ മൂത്ത മകനും കാര്യമായ രീതിയിൽ പരിക്ക് പറ്റിയിരുന്നു. അത് കാരണം അവൻ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന് ലോർഡ് ഷാങ്ഷിന് അന്നത്തെ രാജാവ് എന്തെങ്കിലും നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാവുകയൊന്നും ചെയ്തില്ല. ആ ഒരു സംഭവം കാരണമാണ് ലോർഡ് ഷാങ്ഷിന് രാജാവിനോട് ഇത്ര വിരോധം വരാൻ കാര്യം എന്നൊക്കെ സുൻ പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരികെ താഴ്വാരത്തിലുള്ള ക്യാമ്പിൽ എത്തിക്കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ കേസിനെ പറ്റി അന്വേഷിക്കാനായിട്ട് തലസ്ഥാന നഗരിയിലേക്ക് ഒരാളെ അയക്കണമെന്ന് യാൻഷെങ് ഓർഡർ നൽകുന്നു. അതേപോലെ തന്നെ ഈ ഷിയെ മുമ്പ് ഒരു തവണ യാൻഷെങ് മീറ്റ് ചെയ്തിരുന്നല്ലോ. അതിനു മുമ്പായിട്ട് സാഹോ അവൻ്റെ അടുത്ത് വന്ന് ക്രൗൺ പ്രിൻസിൻ്റെ സീൽ കാണിച്ചതിനെ പറ്റിയും യാൻഷെങ് ഈ സമയത്ത് പറയുന്നുണ്ട്. അന്ന് സാഹോ ഷിയുടെ വിശ്വസ്തനായിട്ടായിരുന്നു അവിടെ വന്നത്. പക്ഷേ ഇപ്പോൾ ഷീ തന്നെ അയാളെ കൊല്ലാൻ വേണ്ടി ഒരു ഓർഡർ നൽകിയിരിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഷിയുടെ കയ്യിൽ പെടുന്നതിന് മുമ്പ് സാഹോയെ നമ്മൾ പിടികൂടാൻ ശ്രമിക്കണമെന്നും അവൻ പറയുന്നുണ്ട്. സുന്നിൻ്റെ ടെൻറ്റിലിരുന്നായിരുന്നു ഇവർ ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാൻഷെങ് മാസ്റ്ററേയും കൂട്ടി അവൻ്റെ ടെൻറ്റിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ശരിക്കുള്ള വിവാഹമാണോ അതോ കോൺക്യൂബിനായിട്ടാണോ അവളെ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മാസ്റ്റർ ചോദിക്കുന്നു. വൈഫ് തന്നെയാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അങ്ങനെ നേരായിട്ടുള്ള വിവാഹമായിട്ടും നിന്റെ മുഖം എന്താണ് ഇത്ര വിഷമിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തൻ്റെ ഐഡൻറ്റിറ്റി അവളോട് മറച്ചു വെച്ചതിനെ പറ്റിയും ഇപ്പോൾ ശരിക്കുള്ള ഐഡൻറ്റിറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളത് അക്സെപ്റ്റ് ചെയ്യാത്തതിനെ പറ്റിയുമൊക്കെ യാൻഷെങ് മാസ്റ്ററോട് പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് മാസ്റ്ററും പറയുന്നു. പിന്നെ അവനീ പറയുന്നതൊക്കെ കേട്ടിട്ട് താൻ അടുത്തിടെ സ്വീകരിച്ച് തൻ്റെ സ്റ്റുഡൻറ്റിനെ പോലെ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം തൻ്റെ സ്റ്റുഡൻ്റായ ഷാങ്ങുവിനെ പോയിട്ട് പറയാൻ തുടങ്ങുന്നു. യാൻഷെങ്ങും അതിനൊത്ത് അവൻ്റെ ഭാര്യയായിട്ടുള്ള ഷാങ്ങുവിനെ പുകഴ്ത്തി പറയാൻ തുടങ്ങുന്നു. പുറത്ത് കാവൽ നിൽപ്പുണ്ടായിരുന്നവർ ഇത് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ഇവർക്ക് രണ്ടും ഒരാളെ പറ്റിയാണ് പറയുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാൻഷെങ് അദ്ദേഹത്തോടൊരു റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് തൻ്റെ ഭാര്യയെ അദ്ദേഹത്തിൻ്റെ മകളായിട്ട് ദത്തെടുക്കുമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതാവുമ്പോൾ അവൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കിട്ടുമല്ലോ. അപ്പോൾ അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ ആരും പുച്ഛിക്കുകയില്ല. അദ്ദേഹത്തിന് അതിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ വൈഫ് അതിന് തയ്യാറാവുന്നില്ല. ഒരു സാധാരണക്കാരിയായിട്ട് ജീവിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതാണ് അവളുടെ ചോയ്സെങ്കിൽ ഞാൻ അതിനെ എതിർക്കില്ല. പക്ഷെ അവൾ എൻ്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും അവൾ കഷ്ടപ്പെടാൻ അനുവദിക്കുകയില്ല എന്നവൻ പറയുന്നു. അവൻ്റെ ആത്മാർത്ഥത മാസ്റ്റർ ശരിക്കും ഇംപ്രസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഭാര്യയുടെ പേരെന്താണെന്ന് അദ്ദേഹം അന്വേഷിക്കുന്നത്. ഷാങ്ങുവിൻ്റെ പേര് കേട്ടപ്പോൾ അദ്ദേഹം ശരിക്കും ഷോക്കാവുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റും അതുതന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ യാൻഷെങ്ങും ഷോക്കാവുന്നുണ്ട്. അപ്പോഴാണ് ഇദ്ദേഹത്തെയും ആ ഡാം ഉണ്ടാക്കുന്ന ടീമിലേക്കൊക്കെ പിടിച്ചുകൊണ്ട് പോയിരുന്നു എന്നൊക്കെ അവൻ അറിയുന്നത്. അവൻ്റെ ടെൻറ്റിൽ തന്നെ കിടന്നാണ് അദ്ദേഹം ഉറങ്ങിയത്. അദ്ദേഹം ഉറക്കമായപ്പോൾ യാൻഷെങ് പുറത്തേക്ക് പോകാനായി ഇറങ്ങുന്നു. ഈ സമയത്ത് അവനെ വെയിറ്റ് ചെയ്ത് അവിടെ ഒരു ജനറൽ നിൽപ്പുണ്ടായിരുന്നു. ഷിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നൊക്കെ അവൻ അയാളോട് ചോദിച്ചറിയുന്നു. കുറേ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല, കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ ശരിയാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. തൻ്റെ കുതിരയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അവൻ ആവശ്യപ്പെടുന്നുണ്ട്. അവൻ ഈ രാത്രിയിൽ എവിടെ പോവുകയാണെന്ന് അയാൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവനത് പറയുന്നില്ല. കുതിരയെ കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ അവൻ എങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഷാങ്ങിനെ ഉറക്കിയ ശേഷം വാതിൽക്കലേക്ക് നോക്കിയപ്പോഴാണ് അവിടെ ആരോ നിൽക്കുന്നത് പോലെ തോന്നുന്നത്. അങ്ങനെ അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് എന്നപ്പോൾ അവിടെ ഒരു ജനറൽ കാവൽ നിൽക്കുന്നത് കാണുന്നു. മാർക്കിസാണോ ഇതിന് ഓർഡർ നൽകിയതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അയാളോട് ഷാങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്തോണമെന്ന് പറഞ്ഞിട്ട് ഷാങ്ങു പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ക്യാമ്പ് വിട്ട് വേറെങ്ങും പോവില്ല എന്ന് അയാളോട് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. യാൻഷെങ് ഈ സമയം അവിടെയുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു കമ്പ് കൊണ്ട് കുത്തി മീനെ പിടിക്കുകയായിരുന്നു. ഷാങ്ങിയും അങ്ങോട്ടേക്കാണ് വന്നത്. ആദ്യം അവൾ അവൻ്റെ മുന്നിലേക്ക് ചെല്ലാതെ അവിടെ ഒരിടത്ത് മറിഞ്ഞു നിന്ന് അവനെ വാച്ച് ചെയ്യുന്നു. അവന് ഒരു മീനെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരാൾ നിൽക്കുന്നത് അവൻ അറിയുന്നത്. അങ്ങനെ ഒരു കല്ലെടുത്ത് എറിയുന്നുണ്ട്. അവളെന്തായാലും പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നു. ആരാണ് അവിടെ നിന്ന് അവൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ വെട്ടത്തേക്ക് നീങ്ങി നിന്നിട്ട് ഞാനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ രണ്ടുപേരും കൂടി കുറച്ച് തീയൊക്കെ കൂട്ടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഉറക്കം വന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ചുറ്റാൻ ഇറങ്ങിയത്. നിനക്കും ഉറക്കം വരാത്തതുകൊണ്ട് ഇറങ്ങിയതാണോ എന്ന് അവൻ ചോദിക്കുന്നു. അന്ന് യുദ്ധഭൂമിയിൽ ഒരുപാട് ഡെഡ് ബോഡികളൊക്കെ ഷാങ്ങിയോ കണ്ടിരുന്നല്ലോ. അതൊക്കെ ആലോചിച്ചിട്ട് ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഇറങ്ങിയതാണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ ആദ്യം യുദ്ധത്തിന് പോയ ദിവസം ഞാൻ ഇതേപോലെ ആയിരുന്നു. അന്ന് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ദിവസം പോയപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസത്തേതിൽ കൂടുതൽ ആൾക്കാരെ കൊന്നു. അന്ന് രാത്രിയും എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെ ഞാൻ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പോയി ഇതേപോലെ ഫിഷിംഗ് നടത്തി. ടയേർഡ് ആവുന്നത് വരെ ഞാനത് ചെയ്തു. പിന്നെ തിരികെ പോയി കിടന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു. പിന്നെ ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് ഞാൻ ദുസ്വപ്നം കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ അവൻ പറയുന്നു. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ എന്ന് പറഞ്ഞ് അവൾ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെയും അവൾ ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്നതുകൊണ്ട് അവൻ എഴുന്നേറ്റിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഫൈറ്റ് ചെയ്യാം, അതാവുമ്പോൾ നിൻ്റെ മൈൻഡ് ക്ലിയർ ആവുമെന്ന് പറയുന്നുണ്ട്. അവളും അതിന് തയ്യാറായി എഴുന്നേൽക്കുന്നു. രണ്ടുപേരും കൂടി ഫ്രണ്ട്ലി ആയിട്ട് ഫൈറ്റ് നടത്തുന്നു. ഇടയ്ക്ക് ഷാങ്ങ് പുറയിലേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ അവൻ പിടിച്ച് നേരെ നിർത്തുന്നുണ്ട്. അവൻ ഫുൾ എനർജി ഉപയോഗിച്ചല്ല ഫൈറ്റ് ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ യുദ്ധഭൂമിയിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ യുദ്ധത്തിൽ നേർക്കുനേരെ വരികയാണെങ്കിൽ എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എന്തായാലും അവർ വീണ്ടും കുറച്ച് നേരം ഫൈറ്റ് ചെയ്യുന്നു. ഇത്തവണ ഷാങ്ങു അവളുടെ ഫുൾ എനർജിയും ഉപയോഗിക്കുന്നുണ്ട്. അതോടെ അവൾ കുറച്ച് മുമ്പ് വെറുതെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നുവെന്ന് യാൻഷെങ്ങിന് മനസ്സിലാവുന്നുണ്ട്.
പിന്നെ അവളുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നൊക്കെ അവന് തോന്നിയ ചില കാര്യങ്ങളൊക്കെ അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ നേരത്തെ പിടിച്ച ആ മീനിനെ അവർ ചുട്ട് കഴിക്കുന്നു. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിന് നല്ല എരിവും പുളിയുമൊക്കെ ഉള്ളതായിട്ട് ഷാങ്യുവിന് ഫീൽ ചെയ്യുന്നു. അവൻ മസാലയൊക്കെ ആയിട്ടാണോ വന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഒന്നും കൊണ്ടുവന്നിരുന്നില്ല, ഇവിടെ അടുത്ത് നിന്ന് കുറച്ച് പുളിയും മധുരമൊക്കെ ഉള്ള ഫ്രൂട്ട്സ് കളക്ട് ചെയ്ത് അതൊക്കെയാണ് മസാലയായിട്ട് ഉപയോഗിച്ചതെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ ഇത്ര കാര്യമായിട്ട് തനിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വേണ്ടി നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനൊരു സാധാരണക്കാരിയാണ് എന്നവൾ പറയുന്നു. എൻ്റെ കണ്ണിൽ ഈ ലോകത്തേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പെണ്ണ് നീയാണ്, ഞാൻ നിൻ്റെ പുറകെ നടക്കുകയാണ് എന്നവൻ പറഞ്ഞപ്പോൾ അങ്ങനെ നടക്കണ്ട, നിനക്ക് നിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന് പറ്റിയ ആരെങ്കിലും കണ്ടെത്തുന്നതാണ് നല്ലത്, ഞാൻ നിനക്ക് ചേരില്ല എന്നൊക്കെ അവൾ പറയുന്നു. അങ്ങനെ നാട്ടുകാരെ പേടിച്ച് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറല്ല. മറ്റാരെയും സഹായം കൊണ്ടല്ല ഞാൻ ഈ മാർക്കിസായി മാറിയത്, ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടാണ് ഈ ലെവൽ വരെ എത്തിയത്. മുമ്പ് ഒരിക്കലും ഞാൻ എൻ്റെ വിവാഹത്തെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. ഞാൻ യുദ്ധഭൂമിയിലേക്കാണ് ജനിച്ചു വീണത്, ഞാൻ മരിക്കുന്നതും അവിടെ തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. ഇതിനിടയിൽ ഒരു പെണ്ണിനെ കൂടി ഇവരുടെ കണ്ണീര് ഉടുപ്പിക്കേണ്ടെന്ന് ഞാൻ ചിന്തിച്ചിരുന്നതാണ്. പക്ഷേ നിന്നെ കണ്ടതിന് ശേഷം എൻ്റെ ആ തീരുമാനമെല്ലാം മാറി. നിന്നെ കണ്ടുമുട്ടിയ ശേഷം എനിക്കിപ്പോൾ ശരിക്കും മരിക്കാൻ കുറച്ച് പേടിയായി തുടങ്ങി എന്നൊക്കെ അവൻ പറയുന്നു. എന്നിട്ട് അവളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും പണ്ടത്തെ പോലെ 100 പന്നികളെ വളർത്തണം എന്നൊക്കെയാണ് അവൻ്റെ ആഗ്രഹമെന്ന് അവൻ ചോദിച്ചപ്പോൾ ഭാവിയെപ്പറ്റി ആർക്കെന്ത് പറയാൻ പറ്റും, എന്തായാലും ഇപ്പോൾ ആ ഗ്രാമത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലായി പെട്ടുപോയിരിക്കുന്നവരെയെല്ലാം തിരികെ സേഫായിട്ട് അവിടെ എത്തിക്കണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ആ ഗ്രാമം നശിച്ചു പോയെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ശ്രമിച്ച് അത് പഴയതുപോലെ ആക്കിയെടുക്കാൻ പറ്റും, അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ അവൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനും ഈ പ്രശ്നങ്ങളൊക്കെ സോൾവായി കഴിയുമ്പോൾ രാജാവിനോട് ചോദിച്ചിട്ട് മജിസ്ട്രേറ്റ് ആയിട്ടോ മറ്റോ അങ്ങോട്ടേക്ക് തന്നെ മാറാം, അതാവുമ്പോൾ എനിക്കും നിൻ്റെ ഒപ്പം തന്നെ താമസിക്കാമല്ലോ. ഞാൻ അവിടെ താമസിച്ചിരുന്ന സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ജീവിച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിലൂടെ എപ്പോഴും കടന്നു പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് യാൻഷൻ അന്നത്തെ കുറേ സംഭവങ്ങളൊക്കെ അവളോട് പറയുന്നു. അവൻ ശരിക്കും അങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഷാങ്യു ആകാംക്ഷയോട് ചോദിക്കുന്നുണ്ട്. ശരിക്കും നിന്നോടൊപ്പം അവിടെ സ്വസ്ഥമായി കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആ ദിവസങ്ങൾ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവൻ പറയുന്നു. അത് കേട്ടപ്പോൾ ഷാങ്യുവിൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. യാൻഷൻ അത് തുടച്ചു കൊടുത്ത് അവളെ സമാധാനിപ്പിക്കുന്നു. പിന്നെ അവളുടെ കയ്യിൽ ചേർത്ത് മുറുകെ പിടിക്കുന്നുണ്ട്. നേരത്തെ ഇങ്ങനെ പിടിച്ച സമയത്താണല്ലോ അവൻ്റെ കൈ ബ്ലീഡ് ചെയ്തത്, അതുകൊണ്ട് ഇത്ര അമർത്തി പിടിച്ചാൽ ശരിയാവുമോ എന്ന് അവൾ ചോദിച്ചപ്പോൾ നീ എന്നെ അടിക്കുമോ എന്നാണ് എൻ്റെ പേടിയെന്ന് അവൻ പറയുന്നുണ്ട്. അത് നീ എന്നെ കിസ് ചെയ്തുകൊണ്ടല്ലേ ഞാൻ നിന്നെ അടിച്ചത്, ഇനി നീ എന്നെ അടിക്കില്ലെങ്കിൽ ഞാൻ അങ്ങനെ കിസ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.